നാഗേന്ദ്രഹാരായ പ്രയോജനായ ഭസ്മാംഗരാഗായ മഹേശ്വരായ. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കലാപീഠത്തിന്റെ നേതൃത്വത്തിൽ തന്നെ ആദ്യമായിട്ടുള്ള ഒരു സംരംഭമായിരിക്കും ഈ ഇതെന്നുള്ളത് ഇനി അവസരത്തിൽ വിനിയോഗിക്കുകയാണ്. ഞാൻ ഈ ഇത്തവണത്തെ ഈ 1ാം വർഷ വിദ്യാർത്ഥികളുടെ പ്രവേശനോത്സവത്തിൻ്റെ അന്ന് ഞാനിതുപോലെ പറഞ്ഞു, എല്ലാവർക്കും നന്നായി പെർഫോം ചെയ്യുന്ന എല്ലാവർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ജോലി ഓഫർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇന്നിവിടെ ഇരിക്കുന്ന ഈ ഉദ്യോഗസ്ഥരെല്ലാവരും. ഇവർക്കൊക്കെ ഒരു ജീവിതമാർഗം ഉണ്ടാകുമ്പോഴാണ് ഇവര് നമ്മളുടെ സ്ഥാപനത്തെ ഓർക്കുന്നതും അധ്യാപകരെ ഓർക്കുന്നതും. അവർക്ക് കൂടുതൽ സ്ഥാപനത്തിനോട് ഇഷ്ടവും സ്നേഹവും അധ്യാപകരോട് ബഹുമാനവും എല്ലാം വരുന്നത് ഈ ഒരു കാലയളവിലാണ്. ഇത് ജീവിതമാർഗം ഉണ്ടാവുകയും അതിലൂടെ ഒരു കുടുംബം നടത്തുകയും നല്ല കലാകാരന്മാരായി സമൂഹത്തിൽ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈ സ്ഥാപനം എന്താണെന്നും ആരും ഒരാളാണ് നിങ്ങളുടെ ഇതിൽ തീരുമാനമെടുക്കുന്നത്. ഒരാൾ തീരുമാനിച്ചാൽ മതി. അപ്പോ അല്ല, തീരുമാനം എന്ന് പറയുന്നത് എവിടെന്നെങ്കിലും ഒരു സ്ഥലത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നമ്മൾ കൂട്ടത്തോടെ അച്ഛനെ ഞങ്ങൾ കുറച്ച് ഫുഡ് ഞങ്ങൾ കരുതുന്നുണ്ട് എന്ന് പറയുന്നത് അതൊക്കെ എത്രത്തോളം നിങ്ങൾക്ക് സ്ഥാപനത്തിനോടുള്ള ഇഷ്ടം, നിങ്ങൾ പഠിച്ച ഓർമ്മ എത്രത്തോളം നിങ്ങളുടെ ബ്രെയിനിലുണ്ടെന്നുള്ളതാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നിങ്ങളെടുത്ത ആ ഇനിഷ്യേറ്റീവ് ആദ്യത്തെ ആളാണെന്ന് ചോദിക്കുന്നില്ല, നിങ്ങളെല്ലാവരും ആ ആളാണ്. 30 പേരുണ്ടെങ്കിൽ 30 പേരും ആ ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ 30 പേരും വലിയ വലിയ കലാകാരന്മാരായ ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നിയത് വലിയൊരു നന്മയായിട്ട് കണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അങ്ങനെ ഒരു ദിവസം തിരഞ്ഞെടുക്കാൻ സന്നിഹിതരായ എല്ലാവരും ഞാൻ ആശംസ അറിയിക്കുകയാണ്. അതുപോലെ ഇതൊരു തുടക്കമാകട്ടെ, ഇതൊരു മറ്റുള്ള ബാച്ചിലും പഠിച്ചിറങ്ങിയ എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ, ഇതൊരു തുടക്കമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അവസരം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ മാത്രം വിചാരിച്ചിട്ട് പോരാ, നമ്മൾ പിള്ളേരെ വിളിച്ചിട്ട് ഇങ്ങനത്തെ ഒരു വേദി ഇതെല്ലാം ഉണ്ടാവട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ തകിലനാഥസ്വരം പഞ്ചവാദ്യം എന്ന് പറഞ്ഞ ഒരു വ്യത്യാസമില്ലാതെ ഇപ്പോഴും ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടാണ്. ഞങ്ങളെല്ലാവരും എല്ലാവരോടും വളരെ ആത്മാർത്ഥമായി തന്നെ നിൽക്കുന്നു. ഇപ്പോൾ നല്ലൊരു ജീവിതം നയിക്കുന്നു, നല്ല കുടുംബമായി, കാറായി, വീടായി. ഇതെല്ലാം ഈ ക്ഷേത്രകലാപീഠത്തിന്റെ ദാനമെന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. നല്ല ശിക്ഷ തന്നെ തന്ന് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സാധകത്തിന് പറഞ്ഞു വിടുകയും അതേപോലെ ക്ലാസ്സുകളാണെങ്കിലും ജോമാശാന്റെയും ശ്രീകുട്ടാശാന്റെയും ചിക്കുവാശാന്റെയും അതുപോലെ മറ്റ് അധ്യാപകരുടെ എല്ലാവരുടെയും ക്ലാസ്സുകൾ വളരെ ഇപ്പോഴും പേടിപ്പെടുത്തുന്ന ക്ലാസ്സുകളാണ്. കാരണം പഠിച്ചില്ലെങ്കിൽ നല്ല ശിക്ഷ തന്നെ കിട്ടി തന്നെ പഠിച്ചത്. അതെല്ലാം ഞങ്ങൾക്കൊരു അനുഗ്രഹമായി മാറി. പിന്നീട് നമുക്ക് ഇന്ന് കാണുന്ന ഈ ഒരു ജീവിതം ഒരു കെട്ടിപ്പടുക്കാൻ സാധിച്ചത് ഈ ഒരു മണ്ണിൽ നിന്നാണ്. അതിന് നമുക്ക് അവസരം ഉണ്ടാക്കിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്ര കലാപീഠം എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിനോട് അന്ന് നമ്മളെ അത്ര കണ്ട് നമ്മളെ മനസ്സിലാക്കി സ്നേഹിച്ച് നമ്മളോടുകൂടെ നിന്ന് നമ്മളെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കാനായിട്ട് പരമാവധി ശ്രമിച്ച നമ്മുടെ ആശാന്മാർ ഓരോരുത്തരും നന്ദി പറഞ്ഞുകൊണ്ടും ഈ ഒരു അവസരം ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് ഈ വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം ഇവിടുത്തെ സാധനം കൊണ്ട് മാത്രം, ആശാന്മാരുടെ ശിക്ഷണത്തിൽ ഇരുന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എല്ലാവരും എനിക്ക് നന്ദിയുണ്ട്. ആത്മാർത്ഥമായിട്ട് പഠിക്കുക. എല്ലാവരും നമ്മുടെ ഇപ്പൊ പഠിക്കുന്ന പിള്ളേരോട് പറയുക, പഠിക്കുന്ന കുട്ടികളോട് പറയുക, നല്ലപോലെ പഠിക്കുക, ആത്മാർത്ഥമായിട്ട് പഠിക്കുക. ആശാന്മാരുടെ ശിക്ഷണത്തിലോ കാര്യങ്ങളൊന്നും നമ്മൾ സങ്കടപ്പെടേണ്ട. അത് നമുക്ക് നല്ലതിന് വേണ്ടിയാണ്. അവർക്ക് നമ്മളോട് വൈരാഗ്യം കൊണ്ടായിട്ടല്ല അവർ ചെയ്യുന്നത്. നല്ലപോലെ പഠിക്കുക, ഇതുപോലെ ജോലി പഠിക്കുക. ഇതുപോലത്തെ ഞങ്ങളിപ്പോൾ ചെയ്ത പോലെ
കാര്യങ്ങൾ വീണ്ടും നിങ്ങൾ വന്ന് ചെയ്യുക എന്ന് മാത്രം ഞാൻ എല്ലാവരോടും പറയുകയാണ്. എല്ലാവർക്കും ഒരു നന്ദി പറഞ്ഞു. നമ്മുടെ കലാപീഠം, ആ കലാപീഠത്തിൽ പഠിക്കാൻ സാധിച്ചത് വളരെ വലിയൊരു കാര്യമായിട്ട് മനസ്സിലാക്കുന്നു. നമ്മുടെ ഗുരുനാഥന്മാർക്ക് മനസ്സറിഞ്ഞ് സന്തോഷത്തോടു കൂടി കൊടുക്കുന്ന 3 അക്ഷരത്തിലൊന്നാണ് ദക്ഷിണ. അതുപോലെ തന്നെ നമ്മുടെ ആശാന്മാർ അതിലും വലിയ സ്നേഹത്തോടു കൂടി നന്നാകാനും മുമ്പോട്ട് നല്ല ജീവിതം കിട്ടാനും തരുന്ന സ്നേഹമുള്ള ഒരു സാധനമാണ് 3 അക്ഷരം ശിക്ഷണം. അത് വളരെയധികം കിട്ടിയിട്ടുണ്ട്. കിട്ടിയത് കൊണ്ടൊക്കെ ഇത്രയൊക്കെ എത്തിപ്പെടാൻ പറ്റി. ആശാന്മാരുടെ മുമ്പിലാണെങ്കിലും നിങ്ങളുടെ മുമ്പിലാണെങ്കിലും ഇങ്ങനെ വന്ന് നിൽക്കാൻ സാധിച്ചു. അങ്ങോട്ട്